നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് പുത്തനത്താണീൻ്റെ കാഴ്ചയായിട്ടാണ് വന്നിട്ടുള്ളത്. മൈ നെയിം ഈസ് അലി, വാക്ക് വിത്ത് അലി. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. പുത്തനത്താണി ഓവർ പാസ് തുറന്നിട്ടാണ് ഇതിന് ചേരിപ്പാഞ്ഞ് പോകുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്ന പുത്തനത്താണിയാണ് ഒന്ന് നോക്കിയേ. പുത്തനത്താണി ഓവർ പാസ് തുറന്നിട്ടാണ് കാര്യങ്ങൾ കഴിഞ്ഞാൽ ചേരിപ്പാഞ്ഞ് യൂട്ടിലിറ്റി ഡ്രൈനേജൊക്കെ തുറന്നു. അണ്ടർപാസിലേക്ക് പുതുതായിട്ട് ടാർ ചെയ്ത റോഡാണ്. ഇപ്പോൾ സ്ഥലം തിരിച്ചറിയുന്നുണ്ടോ? ഇത് പുത്തനത്താണിന്ന് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുമ്പോൾ നമ്മളെ സൗപർണിക ഹോട്ടലൊക്കെ വരുന്ന അവിടെ ഇങ്ങനെയുള്ള ആ ബ്രിഡ്ജാണ് വരുന്നത്. നമുക്ക് പുതിയ ഓവർ പാസ് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് പോയി നോക്കാം. ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം. ഈ ഭാഗങ്ങളിൽ ഇവിടെ അറിയുവാണ്ട് വർക്ക് ഉണ്ട്. ടൗണിൽ നിന്ന് കണ്ട് നമ്മളൊരു അപ്രോച്ച് റോഡ് ജസ്റ്റ് ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഈ യൂട്ടിലിറ്റി അതേമാതിരി ഡ്രെയിനേജ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് 1 മീറ്റർ ലെങ്ത്തിൽ ഇവിടെ ഒരു വാക്ക് വേ ഇവിടെ സ്ഥാപിക്കാനുള്ള പരിപാടിയുണ്ട്. അതിനാണ് ഇവിടെ ഈ ചെറിയൊരു വാള് കെട്ടിയിട്ടുള്ളത്. ഇവിടെ തന്നെ കോൺക്രീറ്റിങ് കഴിഞ്ഞാണ്, ജസ്റ്റ് കഴിഞ്ഞില്ല. ഓവർപാസിൻ്റെ പുത്തനത്താണി ടൗണാണ് നമ്മളെ വലത് സൈഡിൽ. ഇത് പുത്തനത്താണി ടൗണിൽ നിന്ന് ഇങ്ങോട്ട് ഒരു സർവീസ് റോഡ് കൊടുത്തിട്ടുണ്ട്. വാഹനം ഇന്ന് മുതലാണ് സ്റ്റാർട്ടായിട്ടുള്ളത്. ഇവിടെ ഫുള്ള് ഡിവൈഡർ ക്രാഷ് ബാരിയർ വെച്ചിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ ഇവിടുത്തെ പെയിൻറ്റിങ് ഒക്കെ ഇനി ബാലൻസ് ഉണ്ട്. നമ്മുടെ ക്രാഷ് ബാരിയർ സെൻറ്ററിലെ ക്രാഷ് ബാരിയർ വെച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ സുന്നി പള്ളി. അതുപോലെ നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. സൗണ്ട് കേൾക്കുന്നുണ്ടോ സംശയമുണ്ട്. ഇവിടെയൊക്കെ ബിൽഡിങ്ങിൻ്റെ പകുതി പൊളിച്ചിട്ടാണ് ഇവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മളിത് പുത്തനത്താണി ടൗണിലേക്ക് എത്തി. നമ്മൾ റൈറ്റ് സൈഡിൽ AAK മാള് ഉണ്ട്. വാഹനങ്ങൾ കടന്നു പോകണണ്ട. ഞാൻ ഓവർ പാസിൻ്റെ മുകളിലാണ് ടൗണിൽ. അയ്യോ, ഭയങ്കര കാറ്റ്, ഒന്നും ഇല്ലാത്തൊരു കാറ്റ്. അതാണ് ഇവിടുന്ന് ഇങ്ങനെയാണ് സർവീസ് റോഡ് ഇങ്ങനെ തുടങ്ങിയത് ടൗണിലേക്ക്. ആ കാണുന്നതാണ് ഈ AAK മാള് പുത്തനത്താണി. നമ്മളെ പഞ്ചിൽ പഴയ ബസ്സാണ്. ഞാനൊക്കെ സ്കൂൾക്ക് പോകാൻ വേണ്ടി മെയിനായിട്ട് ഉപയോഗിച്ചിരുന്ന പഞ്ചിൽ ലോക്കൽ ബസ്സാണത്. ഇവിടെയൊക്കെ പുതുതായിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്. ഒക്കെ താൽക്കാലികമായി വെച്ച് കിട്ടിയതാണ്. ഉഷാറായിട്ട് ഉണ്ടാക്കുക. നമുക്ക് അവിടെ ഒരുപാട് മുംബൈ ബായി അതുപോലെ ബംഗാളികളെ കടകൾ വന്നിട്ടുണ്ട്. തട്ടുകടകൾ, അവിടെ ഒരുപാട് ഷോപ്പുകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ പോയിട്ട് നമുക്ക് ഇനി ചുങ്കത്ത് ബ്രിഡ്ജില്ല, അവിടെ ഒരു ചെറിയൊരു വയഡക്റ്റ് ഉണ്ട്. ഒരു 250 മീറ്ററോളം വരുന്നത് വയഡക്റ്റൊക്കെയാണ്. ഇതിന് മേലെ കൂടെയാണ് പോകുന്നത്. ചുങ്കം ആ വളവ് കട്ടാക്കി. ഇപ്പോൾ നമ്മൾ രണ്ടത്താണി, അതായത് കോഴിക്കോട് ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് തിരുനാവായ വൈലത്തൂർ ഭാഗത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഓവർപാസിൻ്റെ മുകളിലൂടെ ഇങ്ങോട്ട് കട്ട് ചെയ്യണം. പിന്നെ ഇവിടുന്ന് പമ്പിൽ നിന്ന് എണ്ണടിച്ചൊക്കെ വരുന്ന പുത്തനത്താണി HP പമ്പിൽ നിന്നൊക്കെ എണ്ണടിച്ച് വരുന്ന അതേമാതിരി ഈ സർവീസ് റോഡ് ഉപയോഗിച്ചിട്ട് നമുക്കിതാ സ്ട്രൈറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ സർവീസ് റോഡാണ്. ഇവിടെ ഇങ്ങനെ ഓവർപാസ് കുറച്ച് ബ്രേക്ക് ചെയ്ത് രണ്ടാക്കി തരം തിരിച്ചിരിക്കണം. എന്തിനാണെന്ന് ഇപ്പോൾ
താൽക്കാലികമാണോ സംശയമുണ്ട്. ഇവിടെ ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് അവിടെ നോ പാർക്കിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. നോ പാർക്കിംഗ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണിപ്പോൾ നിലവിലുള്ള സർവീസ് റോഡ്. ഇവിടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. അടിയിലൂടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ അടിയിലൂടെയാണ് ഇപ്പോൾ നമ്മളെ ഹൈവേ. പെട്ടെന്ന് ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്ന ഒരു ടൗണായിരുന്നു. ഫുൾ ബ്ലോക്കായിരുന്നു. ആ ബ്ലോക്ക് ഇന്നലെ മുതൽ ഇല്ലാതായിരിക്കുന്നു. ഇപ്പോൾ നല്ല സ്മൂത്ത് ട്രാഫിക്കാണ്. ഇപ്പോൾ ഒന്നും അറിയില്ല. പുത്തനത്താണി ടൗണ് ഫ്രീ ആയി എന്ന് തന്നെ പറയാം. ഓക്കെ, ഇപ്പോൾ സർവീസ് റോഡിലേക്ക് കൂടെ പോണ ചുരുക്കം വാഹനങ്ങൾ മാത്രമുള്ളൂ ഇതിൽ കൂടെ കടന്നു പോകുന്നത്. ഇതാണ് നമ്മളെ പുത്തനത്താണി ടൗണ്. അലാമാളാണ്. നമുക്ക് ടൗണിൽ കൂടെ ഒന്ന് പോയി നോക്കാം. മനസ്സിലായില്ല?